നമസ്കാരം. പ്രധാന വാർത്തകൾ. അതിർത്തി ശാന്തമായതോടെ വീണ്ടും IPL ആവേശം. മത്സരങ്ങൾ ഇന്ന് പുനരാരംഭിക്കും. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. രാത്രി 7:30 ബംഗളൂരുവിലാണ് മത്സരം. 11 മത്സരങ്ങളിൽ 16 പോയിന്റുള്ള RCB ജയിച്ചാൽ പ്ലേ ഓഫിലെത്തുന്ന ആദ്യ ടീമാകും. മിന്നും ഫോമിന് ഇടവേളയും പരിക്കുകളും വിലങ്ങുതടിയാകുമോ എന്ന ആശങ്കയുണ്ട്. എന്നാൽ നാട്ടിലേക്ക് മടങ്ങിയ ജോഷ് ഹേസ്വുൾഡ് തിരിച്ചു വന്നത് നൽകുന്ന സന്തോഷത്തിന് അതിരില്ല. പൊറോട്ട നൽകാത്തതിന് കടയുടമയെ തലക്കടിച്ച കേസ്. ഒളിവിലായിരുന്ന യുവാവ് കൂടി അറസ്റ്റിൽ. കരിക്കോട് സ്വദേശി മുഹമ്മദ് റാഫിയാണ് പിടിയിലായത്. ഒന്നാം പ്രതി മങ്ങാട് സ്വദേശി നിഖിലേഷ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. സംഘമുക്കിലെ സെന്റ് ആന്റണി ടീ സ്റ്റാൾ ഉടമ അമൽകുമാറിനെയാണ് ഇരുവരും ചേർന്ന് മർദ്ദിച്ചത്. പൊറോട്ട നൽകിയില്ലെന്ന കാരണത്താൽ തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. അമൽകുമാറിന്റെ പരാതിയിലാണ് ഒളിവിലായിരുന്ന പ്രതികളെ കിളികല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരത്ത് സ്വകാര്യ ബസ് കണ്ടക്ടർക്ക് കുത്തേറ്റു. വെള്ളക്കോട്ടയ്ക്ക് സമീപത്ത് വെച്ചാണ് കണ്ടക്ടർ വിനോയ്ക്ക് കുത്തേറ്റത്. കുത്തിയ ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതി ബാബുരാജ് ഉണ്ണികൃഷ്ണനെ ഫോർട്ട് പോലീസ് പിടികൂടി. കുത്തേറ്റ വിനോയിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. വർഷം മുമ്പ് എണ്ണപ്പാറയിൽ നിന്ന് 17-കാരിയെ കാണാതായി. വർഷങ്ങൾ നീണ്ട അന്വേഷണം. കൊലപാതകമെന്ന് തെളിഞ്ഞു. രാജപുരം എണ്ണപ്പാറ മൊയിലോത്തെ ആദിവാസി പെൺകുട്ടി MC രേഷ്മയുടെ തിരോധാനം കൊലപാതകമെന്ന് തെളിഞ്ഞു. കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാണത്തൂർ സ്വദേശിയായ ബിജു പൗലോസിനെയാണ് 15 വർഷത്തിനു ശേഷം പോലീസ് അറസ്റ്റ് ചെയ്തത്. എണ്ണപ്പാറ മയോലം ഉന്നതിയിലെ രാമൻ കല്യാണി ദമ്പതികളുടെ മകളായിരുന്നു രേഷ്മ. പാണത്തൂർ ബാമ്പുക്കയം സ്വദേശിയും നിർമ്മാണ മേഖലയിലെ കരാറുകാരനുമായ ബിജു പൗലോസിനെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. 2010 ജൂൺ 6-നാണ് 17 വയസ്സുകാരിയായ രേഷ്മയെ കാണാതായത്. പിന്നീട് 15 വർഷത്തിന് ശേഷമാണ് പ്രതിയെ പിടികൂടുന്നത്. രേഷ്മയെ കാണാനില്ലെന്ന് കാട്ടി പെൺകുട്ടിയുടെ അച്ഛൻ രാമൻ 2011 ജനുവരി 19-ന് അമ്പലത്തറ പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. അന്വേഷണം തൃപ്തികരമല്ലെന്നും കേസ് CBIക്ക് വിടണമെന്നും കാണിച്ച് 2021 കുടുംബം ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. തുടർന്ന് കോടതി മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു. പാക് ഭീകരത തുറന്നുകാട്ടാനുള്ള സംഘത്തിലേക്ക് തരൂരിനെ കോൺഗ്രസ് നിർദ്ദേശിച്ചിട്ടില്ല. പാർട്ടി ലിസ്റ്റ് പുറത്ത്. കേന്ദ്ര സർക്കാരിന്റെ വിദേശ പര്യടന സംഘത്തിലേക്ക് കോൺഗ്രസ് ശശി തരൂരിനെ നിർദ്ദേശിച്ചില്ലെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം. കോൺഗ്രസ് നേതാവ് ജയറാം രമേശാണ് സമൂഹമാധ്യമത്തിൽ പാർട്ടി കൊടുത്ത ലിസ്റ്റ് പുറത്തുവിട്ടത്. ആനന്ദ് ശർമ്മ, ഗൗരവ് ഗൊഗോയി, ഡോക്ടർ സയ്യിദ് നസീർ ഹുസൈൻ, രാജാബ്രാർ എന്നിവരുടെ പേരുകളാണ് കോൺഗ്രസ് നൽകിയത്. എന്നാൽ ഇതെല്ലാം തള്ളിയാണ് കേന്ദ്ര സർക്കാർ ശശി തരൂരിനെ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയത്. പഹൽഗാം ആക്രമണം മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ നിർണായക നാളുകൾ വിശദീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ ദൗത്യ സംഘത്തെ അയക്കുന്നത്. ഈ മാസം 22 മുതൽ അടുത്ത മാസം പകുതി വരെ നീളുന്ന ദൗത്യം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുമുള്ള MPമാരും മുൻ മന്ത്രിമാരും ഉൾപ്പെടുന്ന സമിതിയാകും സന്ദർശിക്കുക. പല സംഘങ്ങളായി US, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലാകും പര്യടനം.